ഇനി മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു കോടതി വിധിക്ക് കാതോർക്കുകയാണ് ബംഗ്ലാദേശ്. അതെ, ബംഗ്ലാദേശിൽ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ വിധി ഇന്നാണ് വരുന്നത്. വിധിക്ക് മുന്നോടിയായി ധാക്കയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യരാശിക്കെതിരായ കുറ്റത്തിൽ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അക്രമികളെ കണ്ടാൽ വെടിവെക്കാനും ഉത്തരവ് നൽകിയിരിക്കുന്നു. ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നു അവാമി ലീഗ്. കെ സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണുള്ളതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായി കാതോർക്കുന്ന ഒരു വിധി കൂടിയായിരിക്കും. ധാക്കയിലടക്കം വലിയ സുരക്ഷയുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ ഈ ഷെയ്ഖ് ഹസീന തുടരുന്നതിൽ നിലവിലുള്ള ഭരണ നേതൃത്വം തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വിധി എന്താണ് എന്നുള്ളത് ഇന്ത്യക്കും നിർണായകമാണ്. വിശദാംശങ്ങൾ എന്തൊക്കെ? ജിൽസി സൈഫു, ഇപ്പോൾ ബംഗ്ലാദേശ് വലിയ ഒരു തീപ്പൊരി കാത്തിരിക്കുകയാണ്. ഏത് സമയത്തും പൊട്ടാവുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക്, കലാപാന്തരീക്ഷത്തിലേക്ക് പോകും എന്നുള്ള ഒരു സൂചന ബംഗ്ലാദേശിൽ നിന്ന് വരുന്നു. അവാമി ലീഗ് ഈ ഒരു വിധിയെ കാത്തിരിക്കുകയാണ്. ഈ വിധി എന്ത് തന്നെയായിരുന്നാലും ഒരു അനുകൂലമായ വിധി ആയിരിക്കില്ല എന്നറിയാം. പ്രതികൂലമായി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് കത്തിക്കാൻ തന്നെയാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ആഹ്വാനമുള്ളത്. ആ തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയ ഘട്ടത്തിലാണ് അവിടെ കനത്ത സുരക്ഷയും അതേപോലെ തന്നെ സൈന്യത്തെ അടക്കം ഇറക്കിക്കൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ പോകും. നമുക്കറിയാം, 20 വർഷക്കാലം ബംഗ്ലാദേശ് ഭരിച്ച ഷെയ്ഖ് ഹസീന 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പടിയിറങ്ങേണ്ടി വന്നത്. ഇന്ത്യയിലേക്ക് അവർക്ക് ഓടിപ്പോരേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ ഷെയ്ഖ് ഹസീന സ്വീകരിച്ച നിലപാട് അത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. 1400 പേരാണ് ആ ഒരു ദിവസം ഒരു 1.5 മാസക്കാലയളവിനുള്ളിൽ അവിടെ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത്. അതിനുവേണ്ടി എല്ലാ ആസൂത്രണവും നടത്തിയത്. ഈ 1400 പേരെ കൊല ചെയ്തതിനുള്ള ഉത്തരവാദി അത് ഷെയ്ഖ് ഹസീനയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതിന്റെ മുഖ്യ ആസൂത്രക എന്ന നിലയിൽ തന്നെയാണ് കോടതിയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി 28 ദിവസം എടുത്തുകൊണ്ടാണ് അതിന്റെ വാദം കേട്ടത്. 54 പ്രധാനപ്പെട്ട സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള ഒരു വിധി പ്രസ്താവമാണ് കോടതി നടത്താനിരിക്കുന്നത്. അന്താരാഷ്ട്ര കോടതി എന്ന് ഇതിന് പേരുണ്ട് എങ്കിലും ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ എന്നാണ് ഇതിന്റെ പേര് എങ്കിലും ഇതൊരു അന്താരാഷ്ട്ര കോടതിയല്ല. ഇത് ഈ ഷെയ്ഖ് ഹസീന തന്നെ സ്ഥാപിച്ചിട്ടുള്ള അവരുടെ നേരത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ആ സ്വാതന്ത്ര്യ സമര കാലയളവിൽ ഉണ്ടായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതേപോലെ തന്നെ ആ സന്ദർഭത്തിലുള്ള കേസുകളെയും കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു കോടതിയാണ്. ഈ കോടതിയാണ് ബംഗ്ലാദേശിനുള്ളിലുള്ള ഒരു കോടതി തന്നെയാണ് ഈ ഒരു വിധി പ്രസ്താവിക്കുന്നത്. ഇപ്പോൾ ഏതായിരുന്നാലും ഷെയ്ഖ് ഹസീന പ്രതീക്ഷിക്കുന്നത് ഒരു വധശിക്ഷയാണ് എന്നുള്ളത് തന്നെയാണ് ഇത്രയേറെ കലാപകലുഷിതമാകാൻ ബംഗ്ലാദേശ് സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീനയുള്ളത്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് അവിടെയുള്ള ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക കൂടിയാണ്. ഇന്ത്യ അടക്കം ബാധിക്കാനിരിക്കുന്ന ഒരു വിധിയാണ്. എന്തായാലും ഇന്ത്യയുടെ പ്രതികരണം ഇതിൽ പ്രധാനപ്പെട്ടതായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും ഇന്ത്യ പിടിച്ചൊരു പുലിവാലാണെന്ന് വേണമെങ്കിൽ പറയാം.